സാധിക്കുന്നത്. ഇപ്പൊ സുഭദ്ര കൊലക്കേസ് കഴിഞ്ഞു. അവര് ഒരു അമാനുഷ്യനായിട്ടുള്ള ഒരു പരിവേഷത്തില് ഒരു ഓഫീസർ രംഗപ്രവേശം ചെയ്ത് ഈ കേസുകളൊന്നും പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ആക്ഷൻ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറുവാ സംഘ തലവന്മാരെ പിടിച്ച ആലപ്പുഴ ഡിവൈഎസ്പിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആലപ്പുഴ ഡിവൈഎസ്പിക്ക് നിങ്ങളോട് എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കാം. ആലപ്പുഴ ഡിവൈഎസ്പി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഈ വാതിലുകളൊക്കെ അടക്കുക, അത് മാത്രമല്ല കുറുവാ സംഘ തലവന്മാരുടെ ബാക്ക് വശത്തു കൂടി മാത്രമേ ഇവര് മോഷണത്തിന് വരുള്ളൂ എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഇവര് ഈ പൂജയൊക്കെ ചെയ്തിട്ടാണ് മോഷണത്തിന്. ഇവരുടെ ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിലെ പൂജയെല്ലാം ചെയ്തിട്ടാണ് ഇവർ മോഷണത്തിന് വരുന്നതെന്നാണ് ആലപ്പുഴ ഡിവൈഎസ്പി പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വിലയേറെ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ആലപ്പുഴ ഡിവൈഎസ്പി മധു സാറിന്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഡിവൈഎസ്പി ഓഫീസിന്റെ മുന്നിലെത്തിയത് ഈ കാണാണ് ഡിവൈഎസ്പി ഓഫീസ്. നമുക്ക് നേരെ അങ്ങാടൊന്ന് ചെന്നിട്ട് വരാം. ഡിവൈഎസ്പി അവിടെ ഇല്ല, ഇപ്പൊ അമ്പലപ്പുഴയിലൊരു കൊലക്കേസ് നടന്നത്, ദൃശ്യം മോഡൽ കൊലക്കേസ്. അവിടം വരെ അദ്ദേഹം പോയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആലപ്പുഴ ഡിവൈഎസ്പി ആണ് വന്നത്. ഈ കേസ് തെളിയിപ്പിച്ച സാറാണ് വരുന്നത്. നമുക്ക് സാറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം. അനൂപ് ആക്ഷൻ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇപ്പോഴുള്ളത് ആലപ്പുഴയിലെ ഡിവൈഎസ്പി സാറാണ്, മധു സാറാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇദ്ദേഹം വളരെ മിടുക്കനായ ഒരു പോലീസ് ഓഫീസറാണ്. ഇവിടുത്തെ ഒരു പുപ്പുലി എന്ന് തന്നെ പറയാം. ജനങ്ങളെല്ലാം വളരെയധികം അഭിനന്ദിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ് ഡിവൈഎസ്പി. അത് മാത്രമല്ല, സുഭദ്ര കൊലക്കേസ്, ഒരു ദൃശ്യം കൊണ്ടുള്ള സുഭദ്ര കൊലക്കേസ് നിഷ്പ്രയാസം അന്വേഷിച്ച് ആ കേസ് തെളിയിച്ച ഒരു ഡിവൈഎസ്പിയുടെ മുന്നിലാണ്. ഇപ്പൊ കുറുവാ സംഘ തലവന്മാരെ പാതിരാത്രി തന്നെ ചിളിക്കുണ്ടിൽ നിന്ന് പൊക്കിയെടുത്ത പോലീസ് ഓഫീസർ ഡിവൈഎസ്പി. പോലീസുകാർക്ക്, ഈ കേരളത്തിലെ എല്ലാ പോലീസുകാർക്കും അഭിമാനിക്കാവുന്ന ഒരു ഡിവൈഎസ്പി. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മുടെ ഡിവൈഎസ്പി സാറിനെയാണ്. സാർ എന്തൊക്കെയാണ് ജനങ്ങളോട് പറയണത്? ഈ കുറുവാ സംഘ തലവന്മാര് എങ്ങനെയാണ് വീടുകളിൽ കയറുന്നത്, എങ്ങനെയാണ് ഇവരെ സാറൊക്കെ കൂടി പിടിച്ചത്, എല്ലാമാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഈ കുറുവാ സംഘ തലവന്മാരെ ഇനിയും പിടിക്കാനുണ്ട്, അതിന്റെ പുറകിലാണ് ഇപ്പൊ സാറും പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം. അപ്പൊ എന്തായാലും നമുക്ക് സാറിന്റെ ഇന്റർവ്യൂലോട്ട് കിടക്കാം. നമസ്കാരം സാറേ. കേരളത്തെ ഞെട്ടിച്ച കുറുവാ സംഘ തലവനാണ്, നിഷ്പ്രയാസം പൊക്കിയ ഒരു ഡിവൈഎസ്പി ആണ് അല്ലെ? എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? ഇപ്പൊ സുഭദ്ര കൊലക്കേസ് കഴിഞ്ഞു, അപ്പൊ അതും പെട്ടെന്ന് തന്നെ സാറ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടത്തി. അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ പറയണമെന്ന് വെച്ചാല് സാറിന്റെ ഒപ്പം നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സാധാരണ ജനങ്ങളുടെ ഭാഷയപ്പുറം പുപ്പുലിയാന്ന് പറഞ്ഞു. എങ്ങനെയാണ് സാറിന് ഈ കഴിവ്, അല്ലെങ്കിൽ എങ്ങനെയാണ് സാർ ഈ അന്വേഷണമൊക്കെ കൊണ്ടുപോകുന്നത്? ഇതില് ഞാൻ ആദ്യം തന്നെ ഇപ്പം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ പൂർണ്ണമായിട്ടും ഖണ്ഡിക്കുകയാണ്. ഭാഗ്യമായിട്ടും നല്ല പൂർണ്ണമായിട്ടും ഖണ്ഡിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസില് പ്രമാദമായിട്ടുള്ള പല കേസുകൾ, കാരണം ഇതിനേക്കാൾ ഇപ്പൊ നമ്മൾ ഒന്ന് രണ്ട് സംഭവങ്ങളിലാണ് ഇപ്പൊ നിങ്ങൾ അനലൈസ് ചെയ്തത്. ആ പ്രമാദമായ കേസുകൾ പോലും ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അവര് ഒരു അമാനുഷ്യനായിട്ടുള്ള ഒരു പരിവേഷത്തില് ഓഫീസർ രംഗപ്രവേശം ചെയ്ത് ഈ കേസുകളൊന്നും തെളിയിച്ചിട്ടുള്ളതല്ല, ടീം വർക്ക്. കാരണം ഈ നമ്മുടെ സബോർഡിനേറ്റ്സിന്റെ, അതുപോലെ നമ്മുടെ സൈബർ വിങ്ങിന്റെ, നമ്മുടെ ടെക്നീഷ്യന്മാരുടെ, നമ്മുടെ എക്സ്പെർട്ടുകളുടെ, ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള സയന്റിഫിക് എക്സ്പെർട്ടുകളുടെ, നമ്മുടെ ഫോറൻസിക് സയൻസ് ലാബറട്ടറിയുടെ സഹായം, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹകരണം, മറ്റ് ജില്ലകളിലെ പോലീസിന്റെ സഹകരണം, ഇതൊന്നും ഇല്ലാതെ ഒരു സിംഗിളായിട്ടൊരു പോലീസ് ഓഫീസർക്ക് നമ്മുടെ സിനിമകളിലേക്ക് കാണുന്ന പോലെ ഒരു സംഭവത്തിലേക്ക് തെളിവ് സമാഹരിച്ച് അതിലേക്ക് എത്താൻ സാധിക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പണ്ടുകാലങ്ങളിൽ അതേപോലെ ദീക്ഷണാശാലികളായിട്ടുള്ള ഓഫീസർമാർ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറയുന്നത് ടീം വർക്കാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇപ്പൊ സുഭദ്ര കൊലപാതകം, അത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അദ്ദേഹം മുതൽ മേൽത്തട്ടിൽ നിന്ന് മോണിറ്റർ ചെയ്ത് ഞങ്ങളുടെ സൈബർ വിഭാഗം നല്ല കരുതലോടുകൂടി പിന്നെ അതിന്റെ കാര്യങ്ങൾ സമാഹരിച്ചു. ഞങ്ങളുടെ മറ്റ് സയന്റിഫിക് എക്സ്പെർട്ടുകൾ, അവരുടെ സഹായം ഇതിലേക്ക് വേണ്ടി വന്നു. സർവോപരി പോലീസ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനമായിട്ടുള്ള പോലീസ്, സാധാരണ സിവിൽ പോലീസ് ഓഫീസർമാർ മുതലുള്ളവരുടെ അക്ഷീണ പ്രയത്നം. കാരണം അവരാണ് മിക്കവാറും ഈ ഉറക്കമുളച്ചു. ഇപ്പൊ ഞാൻ ഉള്ള കാര്യം തുറന്നു പറയുകയാണെങ്കിൽ, ഈ കുറുവാ സംഘത്തിന്റെ ഈ അന്വേഷണത്തിന്റെ
മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും അല്പം വിശ്രമിക്കുന്നതിന് വേണ്ടി മാറി നിൽക്കുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ വിശ്രമിക്കാൻ വേണ്ടി മണിക്കൂർ, ഞങ്ങളധികം വിശ്രമിക്കാറില്ലായിരുന്നു, 3-4 മണിക്കൂർ മാത്രമേ ഞങ്ങളുടെ ഉറക്കം. അപ്പൊ ആ സമയത്തും ഈ ഞങ്ങളുടെ സൈബർ ടീമിലുള്ള സാധാരണ പോലീസുകാർ ഉറക്കം വിളിച്ചു കണ്ട് നോക്കിയിരിക്കുകയും രാത്രി ചിലപ്പം നമ്മളെ വിളിക്കുകയും രാത്രി മെസ്സേജുകൾ ഇടുകയും അവരവർ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കുന്ന സാധാരണ സിവിൽ പോലീസ് ഓഫീസർമാർ, സീനിയർ സിവിൽ പോലീസർമാർ, ASI ഇവരുടെയൊക്കെ ഒരു വർക്ക്, കൂട്ടായ ഒരു പ്രയത്നം, അതിന്റെ റിസൾട്ട് പക്ഷേ നമ്മുടെ കേസുകളുടെ ഫയലുകളിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചിലപ്പം ഒരു ഒരു ഇൻസ്പെക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു DYSP ആയിരിക്കാം. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഈ ഒരു അന്വേഷണ മികവ് എന്ന രീതിയിൽ പലപ്പോഴും ഇതിന്റെ ആ കേസിന്റെ വിധി വരുമ്പം അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കൂടുതൽ, അയാളുടെ ടാലന്റാണ് ആ വിധിയിലൂടെ പ്രകീർത്തിക്കും. അപ്പം ഈ പത്രമാധ്യമങ്ങളോട് ഇത് അറിയുമ്പം സാധാരണ ജനം വിശ്വസിക്കുന്ന ഇദ്ദേഹമാണ് ആ കേസ് തെളിയിച്ചത്, ഇദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ, അതൊരു സംഗതിയാണ്. പക്ഷെ ടീം വർക്കാണ് എന്ത് തന്നെ, ഇതൊക്കെ ടീം വർക്ക് ഇല്ലാതെ നടക്കുന്നത്. അങ്ങനെ ഒരു ടീം വർക്ക് എണ്ണയിട്ട് യന്ത്രം പോലെ, എന്നാൽ പരസ്പര ധാരണയോടുകൂടി, കാരണം ഇപ്പൊ എനിക്ക് ഇല്ലാത്ത കഴിവ് ചിലപ്പോൾ ഒരു സാധാരണ പോലീസുകാരനുണ്ടായിരിക്കാം, അയാൾക്ക് ചില കാര്യങ്ങൾ ചില ഒരു ഗ്രാസ്പിംഗ് പവർ അയാൾക്ക് ഉണ്ടായിരിക്കാം, അയാൾക്കില്ലാത്ത ചിലപ്പോൾ എനിക്കുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഉണ്ടായിരിക്കും. ഇത് എല്ലാം നമ്മുടെ പല രീതിയിൽ പല പ്രാഗൽഭ്യവും പല നിപുണതയും ഉള്ളതാണ് മനുഷ്യർ. അപ്പൊ അതാണ് ടീം. ഇപ്പൊ 7 അംഗ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടാണ് കുറുവാ സംഘത്തെ പിടികൂടുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ആ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ആ 7 പേർക്കും അതിൻ്റെതായിട്ടുള്ള ടാലന്റ്, പല രീതിയിലുള്ള നിപുണത ഉണ്ടായിരിക്കാം. അപ്പം അത് പരസ്പരം പങ്കുവെച്ച്, കൂടിയാലോചനകളിലൂടെ പങ്കുവെച്ച് ആശയവിനിമയം നടത്തി തക്കതായ സമയത്ത്, ശരിയായ സമയത്ത് നമ്മൾ ആക്ട് ചെയ്താണ് ഒരു കേസിന്റെ ഡിറ്റക്ഷനിലേക്ക് വരുന്നത്. അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കുറുവാ സംഘത്തലവനെ പൊക്കിയപ്പോൾ മണ്ണഞ്ചേരിൽ എല്ലാവരും പറഞ്ഞത്, അവിടുത്തെ CA ടോൾസൺ സാറും പിന്നെ ബിജു സാർ SI വളരെ ആക്റ്റീവായിട്ടാണ് എല്ലാ ജനങ്ങളോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. നല്ലൊരു ഫുൾ പവറാന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ആൾക്കാർ DYSPനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ സാറിനെ ഇരുത്തിക്കൊണ്ട് പൊക്കിപ്പറഞ്ഞ, അല്ലെങ്കിൽ സാറിന് എല്ലാവരും ഇപ്പം ഇന്ന് രാവിലെ വരെയും ആ സാറിന് നമ്പർ കളക്ട് ചെയ്യാൻ ഞാൻ വിളിച്ചപ്പോഴൊക്കെ തന്നെ നല്ലൊരു മനുഷ്യനാണ് ഇദ്ദേഹം വിളിച്ചോ നമ്പറാണ് എല്ലാ നമ്പറും. അപ്പൊ സാർ എങ്ങനെയാണ് ഈ കുറുവാ സംഘത്തലവനെ എങ്ങനെയാണ് പൊക്കണത്? എന്തോ മേത്തൊക്കെ പച്ച കുത്തിയിടണമെന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടായില്ല. എങ്ങനെയാണ് ഇവരെ നമുക്ക് ഈ കുറുവാ സംഘത്തെ സംബന്ധിച്ചുള്ള കേസ് അതൊരു അന്വേഷണമാണ്. 3 കേസുകൾ നമ്മുടെ മണ്ണഞ്ചേരിയിലുണ്ട്. ഇപ്പൊ നമ്മുടെ സബ് ഡിവിഷൻ, അല്ലെങ്കിൽ ഇപ്പം അമ്പലപ്പുഴയിൽ 2 കേസോളം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 2 ദിവസങ്ങളായിട്ടാണ് നടന്നത്. ചേന്നമംഗലം ഭാഗത്ത് നടന്നു കഴിഞ്ഞു. അതേപോലെ പാലയുടെ, കോട്ടയം ജില്ലയുടെ ചില കുറവലങ്ങാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നടന്നു. അപ്പൊ ഈ കേസുകളുടെയൊക്കെ അന്വേഷണം അതിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിലാണ്. ഇപ്പൊ ഇതിൽ തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടില്ല. ഞാൻ പറഞ്ഞ ഇനിഷ്യൽ സ്റ്റേജാണുള്ളത്. അപ്പൊ തുടർന്ന് ഇതേ രീതിയിലുള്ള പ്രതികളെ നമുക്ക് അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പം ചെയ്തെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം, ഇന്നലെ ഞങ്ങൾ അതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു അപ്രീസിയേഷൻ ബഹുമാനപ്പെട്ട MLA ശ്രീ ചിത്തരഞ്ജൻ സാറ് ഞങ്ങൾക്ക് ഈ എല്ലാവരും അനുമോദിച്ചുകൊണ്ടൊരു ചടങ്ങ് തന്നെ സംഘടിപ്പിച്ചു. അപ്പൊ അതിലൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഇതാണ്, ഞങ്ങൾക്ക് ഇനിയും കർമ്മം ഇനിയും നിർവഹിക്കാനുണ്ട്. അപ്പൊ മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരോടായിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. കാരണം നമ്മൾ ഒരു പ്രതിയെ ഒരറ്റത്തും തുടങ്ങിയുള്ളത് കേരളത്തിൽ തുടക്കം ഇട്ടിരിക്കുകയാണ്. ഇവരെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ ഇവരെ പൂർണ്ണമായിട്ടും ഈ ഇങ്ങനെയുള്ള ആ ക്രിമിനൽ പ്രവൃത്തിയിൽ നിന്ന് മാറ്റാനുള്ള, കേരളത്തിൽ നിന്ന് തന്നെ ഈ ഇന്റൻഷനോടുകൂടി കേരളത്തിൽ തങ്ങാതിരിക്കാനുള്ള ഒരു ഒരു മൂവ്മെന്റാണ് നമ്മളിവിടെ നടത്തുന്നത്. അതിന്റെ തുടക്കമാണ് ഈ സന്തോഷ് സെൽവം എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ സന്തോഷ് സെൽവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30ഓളം കേസുകൾ പ്രതിയായിട്ടുള്ള ഒരു ആളാണ്. അതേപോലെ സന്തോഷ് സെൽവത്തോട് ഒപ്പമുള്ള ഒരാളെ ഇതുവരെ നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇതേപോലെ പല സ്റ്റേഷനിലും ഇതേപോലെ 1-2 പ്രതികൾ ചിലപ്പോൾ പിടിയിലായിട്ടുണ്ടാക്കും. പക്ഷെ ആ കേസുകൾ ഇനിയും പ്രതികൾ പിടിയിൽ അകപ്പെടാനുണ്ട്. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് ഈ ഇവരിലേക്ക് വന്നത് എപ്രകാരമാണെന്നോ, ഇവരെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെന്നോ, ഇതിന്റെ ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്തെന്നുള്ളതിനെ കാര്യം നമ്മൾ കോൺഫിഡൻഷ്യൽ ആയത് കാരണം നമ്മൾ വെളിപ്പെടുത്താറില്ല. കാരണം ഇനിയും പ്രതികൾ പിടിയിലാകപ്പെടാനുണ്ട്. അപ്പൊ അത് നമ്മുടെ മോഡസ്, നമ്മുടെ പ്രവർത്തന രീതി, നമ്മുടെ വിവര സമാഹരണം,
നമ്മുടെ കുശാഗ്ര ബുദ്ധി, നമ്മൾ എപ്രകാരമാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്, ഏതൊക്കെ മേഖലകൾ, ഏതൊക്കെ തുറകളിലൊക്കെ നമ്മൾ വിവരങ്ങൾ സമാഹരിക്കുന്നു, അങ്ങനെ അത് നമ്മൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ തുടർന്നുള്ള അന്വേഷണത്തെ, പ്രതികളെ പറ്റിയുള്ള അന്വേഷണത്തെ അത് ബാധിക്കുമെന്നുള്ളതിന് അത് സാങ്കേതികപരമായ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. കുറെ ആൾക്കാര് വാർത്തകളിലൊക്കെ പറഞ്ഞു സാർ എങ്ങനെ കണ്ടെത്തി, എങ്ങനെ വെച്ചാൽ പച്ച കുത്തിയ സംഭവം അങ്ങനെ പൊക്കി എന്നൊക്കെ പറഞ്ഞു. അതെ, അത് പിന്നെ നമ്മൾ ആ വിഷ്വലില് ഇവര് വന്ന് മോഷ്ടിച്ച വീട്ടില് ഉള്ള പിന്നെ CCTV ദൃശ്യങ്ങൾ നമ്മളെടുത്ത്, CCTV ദൃശ്യങ്ങൾ എടുത്തപ്പോൾ ഇതേപോലെ അർത്ഥനഗ്നരായിട്ടായിരുന്നു, ഒരു ഓയിലി ആയിട്ടുള്ള ദേഹമാണ് കണ്ടു. വേറെ അടയാളങ്ങളൊന്നും, ഇവന് കണ്ണുകൾ മാത്രമേ പുറത്ത് കാണുള്ളൂ, മുഖം ശരി പിന്നെ നല്ല രീതിയിൽ മറച്ചു. വേറെ പിന്നെ നമ്മൾ ശാരീരിക പ്രത്യേകതകളാണ്, എന്തെങ്കിലും നമുക്ക് ശാരീരിക പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അംഗവൈകല്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ശരീരത്തുണ്ടോ എന്നുള്ളത്. പക്ഷെ ഇത് വളരെ വേഗമായിട്ടുള്ള ഒരു എന്താ നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ രാത്രിയിലത്തെ നൈറ്റ് വിഷൻ ക്യാമറ വഴിയുള്ള ദൃശ്യങ്ങളാണല്ലോ. പിന്നെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കി വന്നപ്പോഴാണ് ഒരു നെഞ്ചിലൊരു ഇത് കണ്ടത്. അത് ഒരു പച്ചകുത്താണെന്നുള്ളത് മനസ്സിലായി. ഈ ക്യാമറ ഇതിലൂടെ ഈ ഇൻഫ്രാറെഡ് റേസ് അതുപോലത്തെ രശ്മികൾ വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ അത് തിളങ്ങും. അപ്പൊ അത് തന്നെയാണ് പച്ച കുത്തുന്നൊരു ഏർപ്പാടുണ്ട്. പക്ഷെ അതിന്റെ ആംഗിള് അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങൾ അത് തന്നെ എല്ലാവർക്കും ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള സയന്റിഫിക് മെത്തേഡുകൾ ഉപയോഗിച്ച് അതിന്റെ കാര്യങ്ങൾ നോക്കി. ഭാര്യയുടെ പേരാണ് അതിൽ എഴുതുന്നുള്ളത് മനസ്സിലായി, ജ്യോതി എന്നുള്ളൊരു പേരാണെന്നുള്ളതാണ് മനസ്സിലായി. അത് ഒരു വ്യക്തതയില്ല, ജ്യോതി എന്നുള്ള രീതിയിൽ മാത്രം നമുക്ക് കിട്ടി. ജ്യോതി ഭാര്യയായിട്ടുള്ള ആരാന്നുള്ളത് മനസ്സിലായി, ജ്യോതി ഭാര്യയായിട്ടുള്ളത് സന്തോഷ് സെൽവമാണെന്നുള്ളത് മനസ്സിലായി. സന്തോഷ് സെൽവത്തിന്റെ നെഞ്ചിൽ പച്ചകുത്തി ഉണ്ടോ എന്നുള്ളത്, സന്തോഷ് സെൽവ നേരത്തെ അറസ്റ്റാക്കപ്പെട്ടിട്ടുള്ള കേസുകളുടെ ഹിസ്റ്ററി ഞങ്ങളെടുത്ത് പരിശോധിച്ചു. സന്തോഷ് സെൽവമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള ആൾക്കാർ വിവരങ്ങൾ സമാഹരിച്ചു. സന്തോഷ് സെൽവത്തെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കാവുന്ന തമിഴ്നാട് പോലീസുമായിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അയാളുടെ ഊരായിട്ടുള്ള തേനി ജില്ലയിലെ കാമാച്ചിപുരത്ത് പോയി ഉറ്റ സുഹൃത്തുക്കളെ രഹസ്യപരമായിട്ട് കണ്ട് സംസാരിച്ചു. ഇതിൽ നിന്നൊക്കെ സന്തോഷ് സെൽവത്തിന്റെ ഭാര്യ ജ്യോതിയാണെന്നും അയാൾ ഇതേപോലെ പച്ച നെഞ്ചിൽ കുത്തിയിട്ടുണ്ടെന്നും മനസ്സിലായി. അതിലേക്കാണ് സന്തോഷ് സെൽവത്തിലേക്ക് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് പൊക്കണം. അതെ, അത് കേരള പോലീസിന്റെ വലിയൊരു മിടുക്ക് തന്നെയാണ്. അത് നമ്മൾ ഒരു അഭിമാനാർഹമായ കാര്യമാണ്. പിന്നെ അത് പറഞ്ഞാല് മുഖം ഇത് ഞങ്ങൾക്ക് തന്നെ സംഭവം ഇതെങ്ങനെ പിടിച്ചെന്ന ജനങ്ങളൊക്കെ ചോദിക്കും. ഇപ്പൊ ഈ രാത്രി ഇതേപോലെ ഓയിലി ആയിട്ടുള്ള സംഭവവും പിന്നെ മുഖവും മറിച്ച് രണ്ട് കണ്ണ് മാത്രം കാണാൻ പറ്റും. അത് അവരുടെ അമിത ആത്മവിശ്വാസം ഒരിക്കലും പിടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ബുദ്ധി പ്രയോഗിക്കണം. അവരെക്കാൾ കുറച്ചുകൂടി പടി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പിന്നെ ക്രിമിനലുകൾ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് മുന്നോട്ട് പോകുള്ളൂ. നമ്മളെക്കാൾ അവർ അഡ്വാൻസ്ഡ് ആകുമ്പോൾ ജനങ്ങൾക്ക് കിടക്കപ്പുറത്ത് ഇല്ലാതായിട്ട് മാറും. അത് പാടില്ല. പോലീസ് അവരോട് ഒപ്പം ഓടണം, അല്ലെങ്കിൽ അവരെക്കാൾ കുറച്ച് കവിച്ചു ഓടണം എന്നതാണ്. അങ്ങനെയാണ് അവർ എളുപ്പക്കുന്നത്. ഈ സന്തോഷിന്റെ ഭാര്യയും മോഷണ കേസിൽ എന്ത് വലിയ പ്രതിഫലമാണോ? ഇവരെല്ലാവരും സ്ത്രീകൾ നിരവധി മോഷണ കേസിലെ പ്രതിയാണെന്ന് പറയാം, പ്രതികളാണെന്നുള്ളത് പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബസ്സിൽ കയറിയുള്ള മോഷണമുണ്ട്. ആക്രി എന്ന് പറഞ്ഞാൽ അവര് വളരെ ലഘൂകരിച്ചുകൊണ്ടാണ് പത്രമാധ്യമങ്ങളുടെ അവർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് കേസുണ്ട്, അത് ആക്രി പെറുക്കിയപ്പോഴുള്ള കേസാണ്. അത് കേൾക്കുമ്പോൾ നമ്മളവർക്ക് ദാരിദ്ര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പെറുക്കിയപ്പം നാട്ടുകാർ പിടിക്കാനും പോലീസ് പിടിക്കരുത്, പാവപ്പെട്ടവർക്കെതിരെയുള്ള കേസാണുള്ളത്. ഈ ആക്രി പെറുക്കിയെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഈ വമ്പൻ കുരുപ്പടികളാണ്. ഇപ്പം വലിയ നിലവിളക്കുകൾ അല്ലെങ്കിൽ ഉരുളി ഇതുപോലെ സംഗതികൾ. അതോടൊപ്പം തന്നെ ബസ്സിൽ കയറിയുള്ള കളവുമുണ്ട്. ബസ്സിൽ കയറി തിരക്കി പേഴ്സ് അടിച്ചു മാറ്റുക, പിന്നെ മാല കട്ട് ചെയ്തെടുക്കുക, ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം സ്വന്തം നാട്ടിലും കേസുണ്ട്, ഇവിടെയും കേസുണ്ട്. അപ്പൊ അവര് വെള്ളപൂശിക്കൊണ്ടാണ് അവര് തന്നെ സംസാരിക്കുന്നത്. അപ്പൊ അത് ജനങ്ങൾ കുറെ ആൾക്കാർ വിശ്വസിക്കുന്നുള്ളത് വളരെ ദുഃഖകരവും നിർഭാഗ്യകരമാണ്. കുറെ ആൾക്കാരെ പോലീസുകാർ കുറ്റം പറയുന്നുണ്ട്. കിട്ടിയ മറ്റേ അതാണ് നമ്മളത് എന്ത് കേട്ടാലും വെരിഫൈ ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ ജനങ്ങളോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ ഒരാളെ പിടിച്ചത് തന്നെ അല്ലേ. പിന്നെ കുറെ ആൾക്കാർ കമന്റിൽ പറയണ്ടായി ഈ ഇവരെ കയ്യിലിരിക്കുന്ന കുട്ടികളെ ഇവരുടെയൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ വല്ല തട്ടിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങളൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെയുണ്ട്. അവരുടെ കുട്ടികൾ അതിലേക്ക് നമ്മൾ പോയിട്ടില്ല, കാരണം നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമല്ല. ഒരു മുലകുടി മാറാത്ത 7 മാസം 8 മാസം അങ്ങനെയൊക്കെ കുട്ടികളാണ് കാണുന്നത്. അവരെ കൊണ്ടുവന്ന് നമ്മളെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാനുഷികമായിട്ടുള്ള ഒരു വശമാണ്, എന്തായാലും മനുഷ്യരാണല്ലോ. അപ്പൊ അത് നമ്മൾ തീർത്തും അവിടെ നമ്മൾ ഡിഫെൻസീവായിപ്പോയി. ആ സമയത്താണ് ഇയാളെ രക്ഷിച്ചുകൊണ്ട്
അയാൾ രക്ഷപ്പെട്ടു പിടിയിൽ. ഈ സന്തോഷ് സെൽവം ആദ്യഘട്ടത്തിൽ. സന്തോഷ് സെൽവത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ചാടിക്കളഞ്ഞാണ് വണ്ടി പുള്ളി. സന്തോഷ് സെൽവത്തെ ഇതേപോലെ ഇവരുടെ കൂടാരത്തിൽ നിന്ന് പിടിച്ച് വലിച്ചടച്ച് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ആദ്യം ഉണ്ടായത്. അയാൾ ബലം പിടിച്ചു. കാരണം വളരെ എനർജറ്റിക് ആണ് അയാള്. അയാളുടെ ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ഒക്കെ തന്നെ ആ രീതിയിലുള്ളതാണ്. അയാളെന്നല്ല, ഈ ആണുങ്ങളുടെ എല്ലാം സംഭവം പിന്നെ അവരുടെ ദിനചര്യകൾ തന്നെ ഉഗ്ര വ്യായാമത്തിലൂടെയാണ് അവരുടെ പ്രഭാതം തന്നെ പൊട്ടുവിടരുത്. രാവിലെ വ്യായാമമൊക്കെ ചെയ്യും, നല്ല രീതിയിൽ വ്യായാമം ചെയ്യും. ഭക്ഷണം ഇതേപോലെ തന്നെ നമ്മൾ പിന്നെ കഴിക്കാത്ത തരം ചില ഭക്ഷണമുണ്ട്. അതെല്ലാം കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. ആമ അതുപോലെ ഞങ്ങളെ പിടിച്ചപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ആമകളുണ്ടായിരുന്നു. അതേപോലെ ചില വിഭവങ്ങൾ ഉടുമ്പ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ കേസിലേക്ക് വന്നിട്ട് നമ്മൾ കണ്ടിട്ടുമില്ല. ഇത് ഉള്ള അവരുടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇത് തിന്ന് നല്ല പേശീബലം ഉണ്ടായിട്ടുള്ള ആണ് ഈ ആണുങ്ങൾക്ക്. പെണ്ണുങ്ങളും അതുപോലെ തന്നെ. അപ്പൊ അങ്ങനെ വലിച്ചടിച്ചിട്ട് വന്ന സമയത്ത് സ്ത്രീകൾ വളഞ്ഞു. സ്ത്രീകളോടൊപ്പം തന്നെ ഈ അവരുടെ 7-8 മാസം പ്രായമുള്ള ഈ കുട്ടികളും കുഞ്ഞുങ്ങൾ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ തീർത്തും ഈ 5 പോലീസുകാര് അവരെന്ത് ചെയ്യണമെന്നറിയാതെ ഒരു അന്താളിപ്പാണ് അവർക്കുണ്ടായത്. മനുഷ്യന്മാരാണല്ലോ. അതെ, അതോടുകൂടി വിലങ്ങോടുകൂടി അയാൾ രക്ഷപ്പെട്ടെന്ന് പറയുമ്പോൾ അയാൾക്ക് അറിയാവുന്ന ചുറ്റുപാട്, അയാള് വർഷങ്ങളായിട്ട് പരിചിതമായിട്ടുള്ള പിന്നെ ഈ വെള്ളക്കെട്ട്, കാട്, പിന്നെ കുറ്റിക്കാടുകൾ, അവരുടെ അയാൾ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള വിലങ്ങായിട്ട് വെള്ളത്തിൽ ചാടിയ സംഭവം. വിലങ്ങായിട്ട് പൂർണ്ണ നഗ്നനായിട്ടാണ് അയാള് ചാടിയത്. വെള്ളത്തിലോട്ടൊന്നല്ല, ഈ കാടിന്റെ ഭാഗത്തേക്ക് കൂടി. പിന്നെ അയാൾ കാണുന്നില്ല. പിന്നെ നമ്മുടെ ഒരു നിഗമനം അയാൾ വെള്ളത്തിൽ പോയോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ആ കാട് തന്നെ ശരിക്കും പറഞ്ഞാൽ പോലീസ് മുഴുവനായിട്ട് അരിച്ചു കൊടുക്കാൻ തന്നെ ഒരു 1.5 മണിക്കൂറോളം വേണ്ടി വന്നു. പതിയിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചെളിക്കുണ്ടോ അതെ, എങ്ങനെ ചിലപ്പോ നിലത്തേക്ക് ഇറങ്ങി എല്ലാം കൂടി ചേർന്ന കണ്ടൽ. ഞാൻ ഇന്നലെ പോയി വീഡിയോ ഷൂട്ട് ചെയ്ത് നടക്കും. അപ്പൊ അത് നമ്മള് ഓരോ പോലീസുകാരെ സംബന്ധിക്കുന്ന വെച്ചാല് ആ രാത്രിക്ക് അവിടെ കയറി ചെളിക്കുണ്ടും മാത്രമല്ല നാട്ടുകാരും ഫുൾ സപ്പോർട്ട് ആയിരുന്നല്ലേ അല്ലേ? നാട്ടുകാരെന്ന് പറഞ്ഞാൽ അവിടെ ആരും ഇല്ല. ശരിക്കും ലേമറുടെ ഭാഗമല്ലേ അവിടെ ശരിക്കും ജനങ്ങൾ നിവസിക്കുന്നത്. പിന്നെ വഴി പോകുന്നവർ കണ്ട് ഇത് കൗതുകത്തോടുകൂടി നിൽക്കുന്നല്ലാതെ പബ്ലിക് അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. മൊത്തത്തിൽ അവിടെ ഈ ലിമറിന്റെ ഏരിയ ഉണ്ട്. അതെ, ഈ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ ഇനിയിപ്പോ ഗവൺമെന്റ് ഒഴിപ്പിക്കാൻ നോക്കണ്ട. ഇപ്പൊ ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് അവരെ ഒഴിപ്പിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയെടുത്തോളം കർണാടക സ്വദേശികളായിട്ടുള്ള ഒരു 2-3 ഫാമിലി അവിടെ താമസിക്കുന്നു. അവർക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളതാണ് ആൾക്കാരും എല്ലാവരും. കാരണം അവര് രാവിലെ തന്നെ കൊട്ടവഞ്ചിയും മറ്റും എഴുതി പിന്നെ എടുത്തുകൊണ്ട് പോയി മര്യാദക്കാരുമാണ്. പിന്നെ വേറെ അവര് ഭിക്ഷ കഴിക്കാൻ പോലും പോകത്തില്ല. മീൻ പിടിച്ച വഴി കൊണ്ട് തന്നെ മീൻ വിൽക്കുകയും ചെയ്യും. പിന്നെ ഇതേപോലെ അവരുടെ പുരുഷന്മാര് ഇതേപോലെ തന്നെ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അതിനിടയിലേക്കാണ് ഇവര് വന്നത്. അപ്പൊ ഇവര് ഇതിന്റെ ഒരു മറയാക്കിക്കൊണ്ട് ഈ വ്യാജേനെ തങ്ങൾ മീൻപിടുത്തക്കാരാണെന്നുള്ള വ്യാജേനെ ആണ് ഈ കാര്യങ്ങൾ ചെയ്തത്. രാവിലെ പോവുക, റെയിൽവേ സ്റ്റേഷനിൽ പോവുക, പിന്നെ ലോക്കൽ ട്രെയിൻ പിടിക്കുക. ലോക്കൽ ട്രെയിനാണ് കൂടുതൽ. ലോക്കൽ ട്രെയിനിൽ കയറുക. ലോക്കൽ ട്രെയിൻ ആലപ്പുഴ വന്നിറങ്ങാൻ 10 രൂപയേ ഉള്ളൂ. അത് വന്നിറങ്ങുക, അതിൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് അതിൽ തന്നെ പോവുക, ഇവിടെ ഒന്നും ചെയ്യരുത്. ഇവരൊന്നും യാതൊരു പണിയെടുത്തതായിട്ട് നാട്ടുകാരെന്നല്ല പരിസരവാസികൾക്കോ അല്ലെങ്കിൽ കർണാടകക്കാർക്കോ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു മീൻ പിടിക്കുന്നതായിട്ടോ ഒന്നും തന്നെ. സ്ത്രീകൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നിൽക്കും. അവരും അടക്കിങ്ങനെ പോകുന്നതാണ് കൈക്കുഞ്ഞുങ്ങളായിട്ട്. ഇവർ ഇതേപോലെ പുലർച്ചെ 4-5 മണിക്കാണ് വരുന്നത്. കൂടുതൽ അന്വേഷണം അവരെ പറ്റി നടത്തേണ്ടിയിരിക്കും. അല്ല, ഇപ്പൊ ഈ കൊട്ടവഞ്ചിക്കാർ പറഞ്ഞെന്ന് വെച്ചാല് ഇവര് ആ പാലത്തിനടിയിലെ കല്ലൊക്കെ എടുത്തിട്ട് ആണ് ഇവര് ടെന്റൊക്കെ കെട്ടിയത്. അപ്പൊ ഇവര് കൊട്ടവഞ്ചിക്കാർ 10-12 വർഷം ഉള്ളവരാണ്. അപ്പൊ അവര് പറഞ്ഞത് ഈ ആമേനെയും ഇതിനൊക്കെ പിടിച്ച് ചുട്ടു തിന്നുന്നതാണ് ആ സൈഡിൽ. അങ്ങനെ ഇവരെ ഉപദ്രവിക്കാനൊക്കെ വന്നത് രാത്രി. അങ്ങനെ അവര് പേടിച്ചിട്ട് തന്നെ മിണ്ടിയില്ല. ഇനിയുള്ള പ്രതികളെ ഇനി ഉടനടി പിടിക്കോ പറയും. നമ്മളതിന്റെ ഭാഗത്ത് ഇപ്പം നമ്മൾ തുടക്കം കുറിച്ചിട്ടു. ഇതേപോലെ തന്നെ ഇപ്പം നമുക്ക് സന്തോഷം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പിന്നെ പോലീസ് സ്റ്റേഷനുകളിലും എല്ലാം എറണാകുളം റൂറൽ പോലീസ് പ്രത്യേകിച്ച് അവർ നല്ല രീതിയിൽ ആക്റ്റീവായി മുന്നോട്ട് പോകണം. അവർക്കൊരു ദിശാബോധം നമ്മുടെ ഈ കേസ് കൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ചില കേസുകൾ നമുക്കൊരു ദിശാബോധം നൽകും. ഇവിടെ സന്തോഷ് സെൽവത്തെ അറസ്റ്റ് ചെയ്തതും അവർക്ക് വ്യക്തമായ രീതിയിൽ ദിശാബോധം നൽകിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ അവിടെ അറസ്റ്റ് നടന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ആക്റ്റീവായിട്ടുള്ള നാളിതുവരെ ഈ ഇങ്ങനെയുള്ള കേസുകൾ, ഈ കുറുവ സംഘത്തിൻ്റെതായിട്ടുള്ള കേസുകൾ
അതിൽ ആക്റ്റീവായിട്ടിരുന്നവർ ഇപ്പം ജയിലിൽ കഴിഞ്ഞിട്ടുള്ളവരാരാണ്, ഇപ്പം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയവരാരൊക്കെയാണ്, ഇങ്ങനെയുള്ള വിവരങ്ങളും കേരള പോലീസ് സമാഹരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജയിലിൽ പുറത്തിറങ്ങിയവരെ നിരീക്ഷിക്കാനും അവരുടെ ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനലൈസ് ചെയ്തുകൊണ്ട് അതിനാവശ്യമായ പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഇവരെ തിരിച്ചറിയുന്ന ഒരു തലത്തിലേക്ക് മാറും. അതാണ് അടുത്തതായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഘട്ടം. ഈ മരിയാർഭൂതത്തിന്റെ ടീം ആരെങ്കിലും ഇതിലുണ്ടോ? മരിയാർഭൂതം അതിനെപ്പറ്റി ധാരണയില്ല. അത് വെറുതെ ആൾക്കാർ അത് ആൾക്കാർ പല രീതിയിൽ അവരുടെ ഭാവനകള് ചിറകുകൾ നടത്തുന്നുണ്ട്. മരിയാർഭൂതം ഉണ്ട്. ഇപ്പൊ മരിയാർഭൂതം ശരിക്കും ജയിലിലാണോ? ജയിലിലാണെന്നുള്ള അത് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ജയിലിലാണെന്നുള്ളതാണ് മനസ്സിലായത്. ഇപ്പൊ ഇനി നമ്മളെ ഈ പരിപാടി കണ്ടിരിക്കുന്ന പ്രേക്ഷകരോടെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ, സ്ത്രീകളോടും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടൊക്കെ സാറിന് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ഇപ്പൊ രാത്രി ഇപ്പൊ ഇതേപോലുള്ള ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ള കള്ളന്മാരൊക്കെ, ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇവരൊക്കെ നേരിടുന്നത്, ഈ കള്ളന്മാരെ നേരിടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അടച്ചുറപ്പ് എങ്ങനെയാണ് നമ്മുടെ ജനങ്ങളോട്, സമൂഹത്തോട് സാറിന് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് ഇവരുടെ വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ വീട്ടില് സ്ത്രീകള് ഒരാൾ പുറത്തുനിന്ന് ആ സമയത്ത് ഒരാൾ കയറി കാണുമ്പോൾ എന്തായാലും പാനിക്കായി, അത് ഉറക്കെ ഒച്ച വെക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയായിരിക്കും ഉണ്ടാകും. ഒന്നും ഉറക്കെ ശബ്ദിക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ ആക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത് അവർക്കൊരു ഗുണമാണ്. അപ്പോൾ ഭയപ്പെടുത്തുക, പിന്നെ കയ്യിലുള്ള സാധനങ്ങൾ എടുക്കുക എന്നുള്ള സംഗതി. ഇതിനെ ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കാണാം, ആണുങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്നുള്ള ഇതിൽ റെസിസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവർ ഉപദ്രവിക്കുന്നത്. അവിടെ കയ്യിലുള്ള സാമഗ്രി എന്ന് പറയുന്നത് ഈ കതക് കുത്തി തുറക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന അതിന്റെ കൊളുത്ത് എടുക്കാൻ വേണ്ടി ബാക്ക് ഡോർ ചെയ്യാനുള്ള സാധനത്ത് ഉള്ളി പോലൊരു സാമഗ്രിയാണ് കൊണ്ടുവരുന്നത്. അത് തന്നെയാണ് അവരുടെ ആയുധം. അത് വെച്ച് ഉപദ്രവിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇങ്ങനെയുള്ള ആ രീതിയിൽ വയലന്റ് ആയിട്ട് ഒരു ഉപദ്രവിച്ച കേസുകൾ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ ആ ഒരു തലത്തിലേക്ക് ഒക്കെ അവരുടെ അക്രമം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ നമ്മുടെ ഈ വീട്ടുകാരൊക്കെ സ്ത്രീകളൊക്കെ നമുക്ക് എന്താണ് പറയാനുള്ളത്? കുട്ടികളൊക്കെ സൂക്ഷിക്കണ്ടേ? ഈ നമ്മുടെ ആഭരണങ്ങൾ അണിഞ്ഞിപ്പം സ്വർണത്തിന് ഇപ്പൊ 51,000-52,000 രൂപ വില ആയിക്കഴിഞ്ഞു. നമ്മൾ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് അതിൽ കോൾമേർ കൊള്ളുക, അതിൽ ഊറ്റം കൊള്ളുന്ന ഒരു സംസ്കാരം അത് ഇല്ലാതാക്കിയാൽ തന്നെ ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാകും എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത്. അത് നമ്മൾ എത്രത്തോളം ആ ഒരു മനസ്ഥിതിയിൽ എത്തപ്പെടുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇതുപോലെ വിശേഷാവസരങ്ങളിൽ, പിന്നെ കല്യാണം അതുപോലെ അവസരങ്ങളിൽ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് കൂട്ടമായിട്ട് പോകുന്ന അല്ലെങ്കിൽ കുടുംബസമേതം പോകുന്ന ഒരു സംസ്കാരമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ സമയത്ത് തന്നെ ഈ 52,000 രൂപ പവന് വിലയുള്ള സമയത്ത് തന്നെ 3.5 പവൻ 4.5 പവൻ അല്ലെങ്കിൽ 8 പവന്റെയൊക്കെ മാല അണിഞ്ഞുകൊണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്, അത് എങ്ങനെ സുരക്ഷിതമല്ലാത്തൊരു വീട്ടിൽ കിടന്നുറങ്ങുന്ന അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ പറയുക. അപ്പൊ ആ ഒരു പ്രവണത മാറ്റുക, അത് അത്രത്തോളം എത്രത്തോളം ആ ആഭരണങ്ങൾ അങ്ങനെ അണിഞ്ഞുകൊണ്ട് നമ്മൾ ദുർബലമായ കഥകളുള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങുന്നത് അത്രത്തോളം നമ്മുടെ സുരക്ഷയെ അത് ബാധിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ CCTV ക്യാമറ ഫിറ്റ് ചെയ്യണം അല്ലെ? CCTV ക്യാമറകൾ പലയിടത്തും ഇപ്പൊ ഞങ്ങൾ ചെന്ന് രാവിലെ പരിശോധിച്ചാൽ ഇത് വർക്ക് ചെയ്തില്ലെന്നുള്ളതാണ് ക്യാമറ. അത് മിക്കരും സാറേ അത് വർക്ക് ചെയ്തില്ലെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു ക്യാമറ എന്ന് അതിന് പറയാൻ പറ്റും. ഇത് വർക്ക് ചെയ്തതിൽ മാത്രമേ ക്യാമറ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് യഥാവണ്ണം പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുക, പല ആംഗിൾ ഇൻസ്റ്റാൾ ചെയ്യുക, അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക, പുറത്ത് മാത്രമല്ലാത്ത രീതിയിൽ. പിന്നെ അതേപോലെ ഈ പ്രധാന നമ്മുടെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും പ്രധാന റോഡുകൾ അവിടെ ഇത് സ്ഥാപിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ രാത്രി കാലങ്ങളിൽ തുറന്നിരിക്കുന്ന കടകളുള്ള സ്ട്രീറ്റുകൾ, രാത്രി ഈ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ, ആ ഉള്ള സ്ട്രീറ്റിലും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ജനങ്ങളോട് സാറിന് പറയാനുള്ളത്. അതാണ് പറയാനുള്ളത്. കൊച്ചുകുട്ടികളെ ശ്രദ്ധിക്കുക, അതുപോലെ ആഭരണങ്ങൾ കൊച്ചുകുട്ടികളെ വിടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ബാക്ക് ഡോർ ഇവര് ബാക്ക് ഡോർ ശരിക്കും ഇവരുടെ ഇതുവരെയുള്ള ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ എല്ലാം ബാക്ക് ഡോർ. അതാണ് അവർ പഠിച്ചിരിക്കുന്ന രീതി കൂടി. ബാക്ക് ഡോർ അതിന്റെ വെപ്പണാണ് അവർ കൊണ്ടുവരുന്നത് തുറക്കാൻ വേണ്ടിയുള്ളത്. ബാക്ക് ഡോർ അതെ. അതെന്തുകൊണ്ടാണ് ഇവര് ബാക്ക് ഡോറിൽ കൂടി കയറണം? ബാക്ക് ഡോർ ദുർബലമാണ്. അവര് അതാണ് പഠിച്ചിരിക്കുന്നത്. ചിലപ്പോ ഒരു കുറ്റി, ഇപ്പൊ നമ്മുടെ അമ്പലപ്പുഴ നടന്ന ഒരു കേസില് ഇപ്പൊ ഇവിടെ ബാക്ക് ഡോർ അടുക്കള, ഇതിനിപ്പുറത്തൊരു പിന്നെ ജനൽ ട്രാൻസ്പാരന്റ് ആണ്.
അവർ പുറത്തു വന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഥ എങ്ങനെ തുറക്കാമെന്നുള്ള പറ്റിയൊരു ഐഡിയ അവർക്കുണ്ടാവും. ഇതിലൂടെ കാണാൻ പറ്റും. അപ്പോൾ അത് ഒറ്റ കുറ്റിയാണ്, താഴെ എങ്ങും കുറ്റിയില്ല. അപ്പോൾ അതിന് മേളിൽ ഇതേപോലെ ഉളിപോലുള്ള സാമഗ്രികൾ കൊണ്ട് അകറ്റി വന്നിട്ട് പെട്ടെന്ന് ഒരു തള്ളിക്കഴിഞ്ഞാൽ കുറയും. ആ ഒരു ഉറക്കത്തിന്റെ സമയത്താണെങ്കിൽ ഒരു ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. വീണ്ടും നമ്മൾ ആ ഉറക്കത്തിലേക്ക് തന്നെ വഴി വരും. അപ്പോഴത്തേക്ക് ഈ ആളകത്ത് കയറുകയും ഈ ആളകത്ത് കയറി കഴിഞ്ഞാലേ ഈ അകത്തുള്ള ആൾക്കാരെ ഉപദ്രവിക്കൂലേ? ഒരിക്കലും ഇല്ല. അത് അവർ ചെയ്യുന്നത് അത് അവർ സ്നാച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി നോക്കും. ഇപ്പൊ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ എടുക്കും. പിന്നെ അത് കട്ട് ചെയ്യാനുള്ള ഈ നമ്മുടെ ഈ നെയിൽ കട്ടർ പോലത്തെ സാമഗ്രികളുണ്ട്. ഇത് കൂട്ടുന്നത് ചിലതൊക്കെ അവർ വലിച്ചു പറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇവർ ഉണർന്നു കഴിഞ്ഞ് റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം തള്ളി അങ്ങോട്ട് ഇടുക. അല്ലാതെ ഒരു കുത്തി മലർത്തുന്ന ഒരു പരിപാടിയിലേക്ക് പോകാറില്ല. അത് അവര് ആ ഒരു അക്രമം ഉണ്ടാകുമ്പോഴാണ് അത് ചെയ്യുക പതിവ്. അല്ലാണ്ട് ഇവര് തലക്കെട്ടി ഇരുമ്പൊടി കടിക്കാൻ അങ്ങനെയൊന്നുമില്ല. അത് വളരെ അപൂർവമായിട്ടുള്ള കേസുകൾ മാത്രമേ അങ്ങനെ നടന്നുള്ളൂ. അത് ഇവരെ കണ്ടു കഴിഞ്ഞ് നമ്മളൊരു വയലന്റ് ആകുകയും ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. ആ ഒരു സമയത്താണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ ഈ ഇതേ രീതിയിലുള്ള കേസുകൾ ഡിറ്റക്ട് ചെയ്ത സമയത്തും പിന്നെ അങ്ങനെ തന്നെയുണ്ട്. ചേർത്തലയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇതേപോലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അക്രമം ഉണ്ടായിട്ടുണ്ട്. ആൾക്കാരെ ആക്രമിക്കാൻ പറ്റുകയും ചെയ്യും. സ്ത്രീകളെ ആക്രമിക്കുന്നത് പൊതുവെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. ഇവര് അതെ, സ്ത്രീകളെ ഉപദ്രവിക്കില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ രാംജി നഗർ, തിരുച്ചിറപ്പള്ളി, അവിടെയാണ് ഇതിന്റെ ആസ്ഥാനം ഈ കുർവാ സംഘത്തിന്റെ. അതേപോലെ കാമാച്ചിപുരം, ഇവിടെയെല്ലാം ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ തിരക്കുന്ന ഒരു പ്രതിയെ പറ്റി ഇപ്പൊ ഇന്ന് പത്രത്തിലും മറ്റൊക്കെ ഉണ്ട്. അയാൾ അവിടുത്തെ പൂജാരിയാണ്. അവിടുത്തെ പൂജ, അതെ, അതായത് ഈ മോഷണത്തിന് വേണ്ടിയുള്ള പൂജാതി കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത്. പൂജ ചെയ്തിട്ടാണ് പ്രധാന ഓപ്പറേഷൻ വേണ്ടി ഇപ്പൊ കേരളത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്ന പോലെ തന്നെ കേരളത്തിലേക്ക് ഒരു സംഘം പോവുകയാണെങ്കിൽ അവിടെ വിശിഷ്യ പൂജകളൊക്കെ നടത്തി ഞങ്ങളുടെ ഈ പോകുന്ന ഉദ്യമം അത് ഫലവത്താക്കി മാറ്റണം. ആ രീതിയിൽ ഇന്ന തിരിച്ചു വരുമ്പോൾ ഇന്ന വഴിപാട് നൽകിക്കൊള്ളാം എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു വികലമായ ആത്മീയത എല്ലാം കൂടി കൂടിക്കലർന്ന ചില വിശ്വാസങ്ങളും എല്ലാം ഉള്ള ഒരു സംഘമാണ് കുർവാ സംഘം. അപ്പൊ ഈ ഒരു പൂജയൊക്കെ നടത്തിയിട്ടാണ് ഇവര് കക്കാൻ പോണത്. അതെ അതെ, പൂജ ഇപ്പൊ നമ്മളിന്ന് നിങ്ങൾ കൂടാരത്തിൽ അവിടെ പോകുമ്പോഴത് കാണാൻ പറ്റും. ഈ പിന്നെ ഈ കുണ്ടന്നൂർ പാലത്തിന്റെ കീഴിൽ അവിടെയും രാത്രി പൂജ നടത്തിയിട്ടാണ് 7 മണിയോടുകൂടി പൂജ. അത് കഴിയുമ്പോൾ ട്രെയിനിൽ കയറി പോവുകയാണ് ചെയ്യുന്നത്. ഈ സന്തോഷകരി, അതെ, അവിടെ എല്ലാ നിലവിളക്ക് മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ടാണ് അവർ ഈ ഓപ്പറേഷൻ വേണ്ടി പോകുന്നത്. അതെ, പോലീസും നാട്ടുകാരും എല്ലാം കൂടി അവിടെ പൂർണ്ണമായിട്ട് വേറെ ആൾക്കാർക്ക് ഫീൽ ചെയ്യാനുള്ളൂ, പ്രത്യേകിച്ച് സിറ്റിയിലും മറ്റൊക്കെ. അവിടെ പൂജയൊക്കെ ഉണ്ടല്ലേ? പൂജയുണ്ട്. അവിടെ നാട്ടിൽ പൂജയുണ്ട്. അവിടെ നാട്ടിലെ പ്രധാന പൂജാരിയാണ് കേരള പോലീസും തമിഴ്നാട് പോലീസും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് അവിടെ നാട്ടിലിത് വർഷത്തിലൊരിക്കൽ ഇത് പല ഈ പിന്നെ തിരുട്ട് ഗ്രാമങ്ങൾ പലതുണ്ട്. ഇത് കുർവാ സംഘത്തിന്റെ തന്നെയാണെന്നല്ല, തിരുട്ട് ഗ്രാമങ്ങൾ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇതേപോലെ പൂജകളുണ്ട്. ഈ അമ്പലങ്ങളിലെല്ലാം ഇതേപോലെ തന്നെ വർഷത്തിലൊരിക്കൽ ഉത്സവമുണ്ട്. അന്ന് ഈ കള്ളന്മാരെല്ലാവരും പല ദിക്കിൽ നിന്ന് വരും. അത് എന്ത് വില കൊടുത്തും അവർ ഏത് പോലീസ് നേടുന്നുണ്ടെങ്കിലും ഇവിടെ വന്ന അനുഗ്രഹം വാങ്ങിക്കണം എന്നുള്ളതാണ് അവിടെ തന്നെ. അറസ്റ്റ് ചെയ്യാനും ലോ ആൻഡ് ഓർഡർ വിഷയങ്ങൾ ഇതേപോലെ സ്ത്രീകളും കുട്ടികളും വലിയൊരു സംഘം അവിടെ തമ്പടിക്കുന്നുണ്ട്. പോലീസ് മിക്കവാറും ആ ഒരു കാര്യത്തിലേക്ക് പോകാറില്ല. പിന്നെ അവിടെ നിന്ന് അവർ പിരിഞ്ഞു പോകുമ്പോഴാണ് എവിടെയെങ്കിലും ഇട്ടൊക്കെ പിടിക്കാനൊക്കെ നോക്കുന്നത് തമിഴ്നാട്ടിൽ. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക മനഃശാസ്ത്രവും വിശ്വാസ പ്രമാണങ്ങളുള്ള സംഘങ്ങളാണ്. നമ്മൾക്ക് ഇവിടെ ഭീതി വിതയ്ക്കുന്ന സംഘമാണ് കുർവാ സംഘമെങ്കിൽ ഇതേപോലെ തിരുട്ട് ഗ്രാമങ്ങളിൽ പല സംഘങ്ങൾ വേറെയുണ്ട്. പക്ഷെ അത് പിന്നെ ഈ കേരളത്തിൽ ആക്റ്റീവ് ഇതുവരെ ആയിട്ടില്ലെന്നുള്ളതാണ്. പല സന്ദർഭങ്ങൾ വന്നു പോകുന്നല്ലാതെ, ഉദാഹരണത്തിന് ശബരിമലയിൽ പോക്കറ്റ് അടിക്കാൻ വരുന്ന സ്ഥിരം തിരുട്ട് ഗ്രാമങ്ങളിലെ ആൾക്കാരുണ്ട്. ശബരിമല സീസണിൽ അവർ വരും. എവിടെയെങ്കിലും പെരുന്നാളുണ്ടെങ്കിൽ അവർ വരും. അവരാണ് ഈ ബസ്സിലൊക്കെ കയറി ചിലപ്പം വൈഡായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല പല വിഭാഗങ്ങൾ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവര് ഇവിടെ കേരളത്തിൽ വരുന്നത് അല്ലേ? അതെ അതെ, അധികം വരുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മൾ ഇവിടെ ഓടിക്കാൻ പോണേ. ഇപ്പം ജനങ്ങളായി അവരുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് കാണുമ്പോൾ അവർ സ്വാഭാവികമാണ്. ഇപ്പം ഇപ്പോഴെങ്കിലും ഇത് സംഭവിച്ചു നന്നായി. നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു അതികായനെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തത്. ആ അതികായനെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ആരും തന്നെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നു, ഇപ്പം ജനങ്ങൾ സംശയത്തിൽ പല ആൾക്കാരെ ചിലപ്പോൾ ഒരുപക്ഷെ വകവരുത്തുക തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാവും. അപ്പം അതിൽ നിന്നൊക്കെ പോലീസ് ആവശ്യമായ സമയത്ത് ആക്റ്റീവായതുകൊണ്ട് ജനങ്ങളിലൊരു വിശ്വാസം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കൂടുതലും ആൾക്കാർ ഇങ്ങനെ വരാതിരിക്കും. അതെ, ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമ്പോ. അതെ, കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും.
അങ്ങനെ അങ്ങനെ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒന്ന് അറയ്ക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടി. ആ ഒന്ന് പേടിയായി പ്രശ്നമാണ്. അതുകൊണ്ട് മറ്റുള്ള സ്ഥലത്തോട്ട് പോകും. അതെ അതെ അപ്പൊ അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ ഇവരല്ലാണ്ട് നിയന്ത്രിക്കാനല്ലേ. അതെ, നമ്മൾ ജനങ്ങൾ കൂടി ഒരു സഹകരണമാണ്. കാരണം ഇവരുടെ ഐഡന്റിറ്റി വേണം, മറ്റുള്ള കാര്യങ്ങളും എല്ലാം വേണം. ഈ കേസിൽ ഇനി എത്ര പേരെ പിടിക്കാണ്ട്? നമ്മുടെ ഈ കേസിൽ ഇപ്പൊ 2 പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ കേസിൽ മണ്ണഞ്ചേരി കേസിൽ 2 പേരാണ്. അതിൽ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. മറ്റേ കൂടെയുള്ള പുള്ളി കൂടെയുള്ളതിനെ പറ്റി ഞങ്ങൾ വിവരങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ ലഭ്യമായി കഴിഞ്ഞാൽ അതിലേക്ക് ഞങ്ങൾ അടുത്ത ഘട്ടം അതാണ്. ആ അതല്ല ഇപ്പൊ ഈ സന്തോഷിനൊപ്പം ഒരാള് കൂടെ ഇല്ല ഇപ്പൊ പോലീസ് ടിപ്പി കൊണ്ടുപോയപ്പോ അല്ല അതല്ല, അയാൾ അതിൽ നമ്മൾ വെരിഫൈ ചെയ്തതിൽ അയാളുടെ ഇൻവോൾവ്മെന്റ് ഇല്ല. അയാൾ ഇയാളുടെ ബന്ധുവാണ്. നേരത്തെ മുൻ കേസുകളില്ല, ഫിംഗർ പ്രിന്റോ മറ്റു കാര്യങ്ങളും തന്നെ ഇല്ല. അയാളുടെ സംശയത്തിലാണ് ഇപ്പോഴും. സംശയം അയാളുടെ നീളുന്നു. കാരണം ഈ കള്ളന്മാരോടൊപ്പം താമസിക്കുന്നവരെന്തായാലും കള്ളം തന്നെ ആയിരിക്കും. പൂർണ്ണ ഒരു ക്ലീൻ ചിറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. അയാളെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അയാളെ റിലീസ് ചെയ്തു. അപ്പൊ ഇനി ഈ സന്തോഷപ്പം ഇവിടെ കക്കാമെന്നാണ് പിടിച്ചല്ല. ഇല്ല ഇല്ല ഇല്ല, അതാ പറഞ്ഞത്. അയാളെ പിടിക്കാൻ കാര്യങ്ങളാണ് നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. പിടിക്കാൻ. അപ്പൊ എന്തായാലും സാറേ വളരെ സന്തോഷം സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് തന്നതിൽ. ശരി. അപ്പൊ ഉടനടി തന്നെ ആ പ്രതിനെ പൊക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്ര നേരം ഇതെല്ലാം കേട്ടിരുന്നുണ്ടോ? നമ്മൾ പറയുന്നതിന്റെ കാതലായ കാര്യങ്ങൾ മാത്രം എടുക്കുക. പക്ഷെ നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഒരാൾ സംസാരിക്കാൻ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും വേണ്ടത്. അപ്പൊ ആ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം നിങ്ങളിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുന്നു. സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ നമ്മൾ ചില പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. നമ്മുടെ ആഭരണങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള ആ ഒരു സംസ്കാരം, ആ പ്രവണത ഇനിയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്വർണ്ണത്തിന് ഇത്രയും വില ആയിക്കഴിഞ്ഞ സ്ഥിതിക്ക് അത് നമ്മൾ കുറയ്ക്കണം. എന്താ പറഞ്ഞിട്ട് മലയാളിയുടെ ഒരു ഡംബ് അല്ലേ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു അതൊക്കെ നിർത്തേണ്ട സമയമായി. കാരണം നമ്മുടെ ജീവൻ അപകടത്തിൽപ്പെട്ടിട്ട് ഈ ഡംബ് കാണിച്ചിട്ട് വല്ല കാര്യമില്ല. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ ആഭരണങ്ങൾ ഇടാനുള്ള സംസ്കാരം തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ വീട് ചെറിയ വീടാണ്, സുരക്ഷ വാതിലാണ് നമ്മളെ സംബന്ധിച്ച് സുരക്ഷ. വാതിലടച്ചു കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതരായ എന്നുള്ളതാണ്. ആ വാതിലിന് വിലവില്ലെങ്കിലും, ഫ്രണ്ടിൽ എല്ലാ വാതിലും നല്ല വില, ബാക്കിൽ വിലയില്ലെങ്കിലും അപ്പൊ അങ്ങനെ. അപ്പൊ അതിന് സുരക്ഷ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. CCTV അതുപോലുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ഞാനിവിടെ പറഞ്ഞില്ല, വീട്ടിൽ പല ആൾക്കാർ വലിഞ്ഞു കയറി വരുന്നുണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി. ചിലപ്പോൾ നിങ്ങളുടെ പഴയ തുണി വല്ല ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അനാഥാലയത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വരും. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ടൊരു വീട്ടിൽ കയറി ചെല്ലുവാനുള്ള ഒരു അക്സസിബിലിറ്റിയാണ്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് യാതൊരു കാര്യവും വേണ്ട. ഒരു കയ്യിൽ കൊണ്ട് കൊടുത്ത് ഒരു ടീഷർട്ട് ഇട്ട് ഒരു വീട്ടിലോട്ട് ഞാൻ ഇതേപോലെ ഒരു അനാഥാലയത്തിൽ നിന്ന് വരുന്നതാണ്. അവിടെ കുഞ്ഞുങ്ങൾക്കുള്ള എന്തെങ്കിലും വസ്ത്രങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും പറയാറില്ല. ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങി നടക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരും ആ വീടിന്റെ അന്തരീക്ഷം മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഈ ഭിക്ഷക്കാർ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. കാരണം ഇതൊക്കെ ഈ വിവരസമാഹരണത്തിന് വേണ്ടി വരുന്നതാണ്. ചില കച്ചവടക്കാർ പല ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി വരുന്നതാണ്. ഇവരെയൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക, മനസ്സിലാക്കുക, ആവശ്യമുള്ളവരെ ചോദ്യം ചെയ്യുക. ഇപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞു വരുന്നവർ എവിടെ ക്യാൻസർ, ആരുടെയാണ് ക്യാൻസർ, ഫോൺ നമ്പർ തരിക, ആരുടെ ട്രീറ്റ്മെന്റിലാണെന്നുള്ളത് ചോദിക്കുക. ഇങ്ങനെ പോലീസ് ചോദ്യം ചെയ്യുന്ന പോലെ തന്നെ അവരെ ചോദ്യം ചെയ്യുക. അപ്പോൾ ഈ ഇറങ്ങി നടക്കാനുള്ള പ്രവണത കുറേയൊക്കെ ഇല്ലാതാവും. സംശയമുള്ളവരെ പിടിച്ചേൽപ്പിക്കുക, അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. നല്ല രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ സന്ദേശമാണ് നൽകാനുള്ളതിനെ പറ്റി ഒരു ഇന്റർവ്യൂ ആയിരുന്നത്. അത് ഗുണകരമായെന്നുള്ളത് കരുതുന്നു. എല്ലാവർക്കും നന്ദി.